നമുക്കിപ്പോൾ തെയ്യക്കാലമാണ്. നമുക്കെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഞാൻ വടക്കേ മലബാറുകാരുടെ കാര്യം പറഞ്ഞത്. നമുക്ക് തെയ്യത്തിൻ്റെ സീസണാണ്. തെയ്യം എന്ന് പറഞ്ഞ കലാരൂപം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഞാൻ എവിടെ തെയ്യം ഉണ്ടെങ്കിലും ചെറുപ്പം തൊട്ട് അത് കാണാൻ പോകുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ ദൈവവിശ്വാസത്തിനും എതിരെയൊക്കെ പറയുമ്പം തെയ്യം എന്നുള്ള അതിനൊരു കലാരൂപമായിട്ട് കണ്ടിട്ട് ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ കഴിഞ്ഞ വെക്കേഷന് പോയ സമയത്തും കൂടി തെയ്യം കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ വന്ന സംഭവം എന്താ വെച്ചാൽ, ഈ തെയ്യത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ചില തെയ്യങ്ങൾ കാണുമ്പോൾ പറയണമെന്ന് തോന്നി. കാരണം ആൾക്കാരിത് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു ഒരു മൈൻഡ് ഞാൻ മുന്നേ പറയണമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു. ഒരുപാട് നാളെ മുന്നേ. ഞാൻ ഈ പറയാൻ പോകുന്നത് ഒറ്റക്കോലം എന്ന് പറഞ്ഞ തെയ്യത്തിനെ പറ്റി. ഒറ്റക്കോലം, തീച്ചാമുണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന തെയ്യത്തിനെ പറ്റിയാണ്. ഇപ്പം ഒരുവിധം നമ്മുടെ നാട്ടിലത്തെ ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ വിഷ്വൽ ഇവിടെ കൊടുക്കാം. ഇതാണ് ഒറ്റക്കോലം എന്ന് പറഞ്ഞ തെയ്യം. പറയാനുള്ളത്, ഇതെന്ത് ദൈവികമായ എന്ത് ഇതാണെങ്കിലും ആ ആ ആ തെയ്യം കെട്ടുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ ഇങ്ങനെ തീയിൽ കൂടി വലിക്കുക എന്ന് പറഞ്ഞാൽ, അത് ചില കമ്മിറ്റിക്കാർക്കൊക്കെ ഇത് 100 തവണ ചെയ്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലെത്തൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും അല്ല. ഞാൻ ഈ തെയ്യം കാണുന്നത് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് എൻ്റെ നാട്ടിൽ പയ്യന്നൂർ അന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കുറിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത്, തായ്നേരി കുറിഞ്ഞി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഒറ്റക്കോലം കെട്ടിയാടാറുണ്ട്. ഞാൻ ആകെ ഇത് ഒറ്റ പ്രാവശ്യമാണ് ഇത് നേരിട്ട് കാണാൻ പോയിട്ടുള്ളത്. ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലായിട്ടും പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഞാൻ അല്ലാത്ത ആ കുറിഞ്ഞിയിൽ എല്ലാ തെയ്യത്തിനും അവിടുത്തെ വെടിക്കെട്ട് കാണാൻ, ഗാനമേള കേൾക്കാൻ എല്ലാത്തിനും ഞാൻ പോകുന്നതാണ്. പക്ഷേ ഈ തെയ്യം കാണാൻ, ഈ ഒറ്റക്കോലം എന്ന് പറഞ്ഞ തെയ്യം കാണാൻ ഞാൻ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് നേരിട്ട് കാണാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു മനുഷ്യനെയാണ് അത് ഈ തീയിലിട്ട് വലിക്കുന്നതെന്നുള്ളൊരു ബോധം വന്നതിന് ശേഷം അതങ്ങനെ തോന്നൂല കാണാൻ. എന്നാലും ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന, ഇതിൻ്റെ റീൽസൊക്കെ ഇട്ട് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഭക്തിയാണോ അല്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതൊരു മനുഷ്യനാണെന്ന് നമ്മൾ ആലോചിക്കുമ്പം ഇവർക്ക് ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വരും. ഇത് ഭയങ്കര ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ, പിന്നെ നിനക്കാണോ ഈ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വി.കെ. അനിൽകുമാർ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, മേലേരി എന്ന് പറഞ്ഞിട്ട്. സാധനം ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഈ തെയ്യം കാണാൻ തോന്നൂല. കാരണം ഇതിൽ കുറച്ചൊരു മാറ്റമൊക്കെ വരുത്താനായില്ല. കാലം ഇത്രയും പുരോഗമിച്ച് ഇത്രയും മുന്നോട്ട് പോകുമ്പം ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത ശരിക്കും നമുക്ക് മനസ്സിലാവുക. ആ ചൂടും ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡോക്യുമെൻ്ററി അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന്, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക.